വിശദമായി നോക്കാം. സൗദി ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുറഹീമിന് അടുത്ത വർഷം ജയിൽ മോചിതനാകാം. റഹീമിന് വധശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷൻ അപ്പീൽ സൗദി സുപ്രീം കോടതി തള്ളി. 20 വർഷം തടവ് ശിക്ഷ മതിയെന്ന വാദം സുപ്രീം കോടതി ശരിവച്ചു. റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, ഇന്ന് എത്ര ആശ്വാസകരമായ ഒരു വിധിയും ഉത്തരവുമാണ് സൗദി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്? ദിവ്യ, ഈ റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വിധിയെ വിശേഷിപ്പിക്കാം. ഇത് സൗദി സുപ്രീം കോടതിയുടെ വിധിയാണ്. ഇതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ അടുത്ത വർഷം, അതായത് 2026 ജൂണോട് കൂടി റഹീമിന് ജയിൽ മോചനം സാധ്യമാകും. അതിനു മുന്നേ തന്നെ നിയമപരമായ വഴികളിലൂടെ അത് എളുപ്പത്തിലാക്കാനുള്ള ശ്രമങ്ങൾ റിയാദ് നിയമസഹായ സമിതി നടത്തുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത്, നേരത്തെ ഒരു കീഴ്ക്കോടതി ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് റഹീം ഈ സൗദി ബാലന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നത്, ഗൂഢാലോചനയുടെ ഭാഗമായി എന്നുള്ള വകുപ്പിലാണ് അദ്ദേഹത്തിന് 20 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നത്. ആ തടവ് ശിക്ഷയ്ക്ക് എതിരെ, അതായത് ആ തടവ് ശിക്ഷ പോരാ, വധശിക്ഷ തന്നെ നടപ്പാക്കണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ഈ ആവശ്യവുമായാണ് പ്രോസിക്യൂഷൻ നേരത്തെ കീഴ്ക്കോടതി വിധിക്കെതിരെ അപ്പീൽ കോടതിയിലേക്കും പിന്നീട് സുപ്രീം കോടതിയിലേക്കും എത്തുന്നത്. എന്നാൽ ഈ രണ്ട് കോടതികളും ഇപ്പോൾ ഈ കീഴ്ക്കോടതിയുടെ വിധി ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം റഹീമിന് നിലവിൽ തന്നെ ഏതാണ്ട് വിചാരണ കാലയളവായി ഏതാണ്ട് 18 വർഷത്തിലേറെ സൗദിയിലെ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് 1 വർഷത്തിനകം അദ്ദേഹത്തിന് മോചനം സാധ്യമാകും. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്ന് വെച്ചാൽ അടുത്ത ജൂണോട് കൂടി ഒരുപക്ഷെ അതിനു മുന്നേ തന്നെ നടപടികൾ പൂർത്തിയായാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനാകും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആശങ്കകൾ നിലനിന്നിരുന്നു. കാരണം ഈ അനന്തമായി നീളുന്ന നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ അതിനുള്ള കാത്തിരിപ്പ്, നിയമസഹായ സമിതിയുടെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആശങ്കകൾ, അതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ പണപ്പിരിവും ഒപ്പം തന്നെ അത് ഇവിടേക്ക് എത്തിച്ച രീതികളും, ഇതിലെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും ഇത്രയും ദിയാധനം നൽകിയിട്ട് പോലും മോചനം സാധ്യമാകില്ലേ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൗദിയിൽ ഏതൊരു ശിക്ഷയ്ക്കും, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളിലും 2 നിയമമുണ്ട്. അത് സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്ന് പൊതു നിയമവുമാണ്. എന്ന് വെച്ചാൽ സൗദി കുടുംബം നേരത്തെ തന്നെ റഹീമിന് മാപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ റദ്ദായത്. പക്ഷെ എങ്കിൽ പോലും സൗദി ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു പൊതു നിയമം അല്ലെങ്കിൽ പൊതു സുരക്ഷയുടെ ഭാഗമായി ഇവർ മാപ്പ് നൽകിയാൽ പോലും ശിക്ഷ നടപടിയുമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു സാധ്യത അവിടെ നിലനിന്നിരുന്നു. അതിലാണ് ഇപ്പോൾ ഇന്ന് തീർപ്പായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയൊരു നടപടിക്രമങ്ങൾ ബാക്കിയുള്ളത് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി റഹീമിന് അടുത്ത വർഷം പുറത്തിറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന്റെ ഒരു സന്തോഷത്തിലാണ് സ്വാഭാവികമായിട്ടും റിയാദിലെ നിയമസഹായ സമിതിയും അദ്ദേഹത്തിന്റെ കുടുംബവും ഉള്ളത്. ദിവ്യ, യെസ്, ഇനിയിപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും തരത്തിലൊരു നിയമക്കുരുക്കിന് സാധ്യതയുണ്ടോ അഫ്താബ്? ദിവ്യ, ഇതിൽ സാധാരണ രീതിയിൽ സൗദിയിലെ സുപ്രീം കോടതി വരെയാണ് അപ്പീൽ പോകാറുള്ളത്. അല്ലെങ്കിൽ ഇതിൽ സംഭവിക്കാനിടയുള്ള മറ്റൊരു രീതി എന്ന് പറയുന്നത് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ കോടതി ഉത്തരവിനെതിരെ, സുപ്രീം കോടതി ഉത്തരവാണെങ്കിൽ പോലും അതിൽ രാജാവിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഭരണാധികാരി എന്നുള്ള നിലക്ക് ഭരണാധികാരിയിലേക്ക് പോവുകയാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. പക്ഷേ പ്രോസിക്യൂഷൻ സാധാരണ രീതിയിൽ സുപ്രീം കോടതിക്ക് അപ്പുറത്തേക്ക് പോകില്ല. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ റഹീമിനെ ആശ്വസിക്കാവുന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ ഒരു മോചനത്തിന് വഴി തെളിഞ്ഞ ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെ ആശ്വസിക്കാം. റിയാദ് നിയമസഹായ സമിതിയും നമ്മോട് പറയുന്നത് വരും മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ മോചനം വേഗത്തിലാക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ്. ആ നിലക്ക് ഇനി മറ്റു ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ഒരു പക്ഷേ വരും മാസങ്ങളിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞ് നേരിട്ട് അദ്ദേഹത്തിന് ഇവിടെ സൗദിയിൽ പുറത്തിറങ്ങാനാകില്ല. പകരം ജയിലിൽ നേരെ എയർപോർട്ടിൽ എത്തിക്കുകയും പിന്നീട് നേരെ നാട്ടിലേക്ക് എത്തിക്കുകയുമായിരിക്കും ചെയ്യുക. ദിവ്യ, യെസ് അഫ്താബ്, ഇതിൽ വധശിക്ഷ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ പ്രധാനമായി എന്തൊക്കെയായിരുന്നു സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്? ദിവ്യ, ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ സൗദി ബാലന്റെ കൊലപാതകത്തിന് ശേഷം ഒരു ഡ്രാമ നടന്നതായിട്ടാണ് കേസ് ഡയറിയിൽ പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ അബദ്ധവശാൽ കൊല്ലപ്പെട്ടെങ്കിൽ പോലും അത് മറ്റൊരു സംഘം എത്തി നടത്തിയതാണെന്നുള്ള തരത്തിൽ അത് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും അത് പോലീസിന് മുമ്പിൽ അത് പിന്നീട് അന്വേഷണത്തിൽ പൊളിയുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഈ കേസിന്റെ ഗതി തന്നെ മാറുന്നത്.
അതായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇദ്ദേഹത്തോട് ഏറ്റവും വലിയ പ്രശ്നവും തന്നെ നിലനിൽക്കുവാനുണ്ടായിരുന്ന കാരണം. ഇപ്പോൾ ആ ഒരു ഗൂഢാലോചന, അതായത് കൊലപാതകത്തിന് ശേഷമുള്ള ഗൂഢാലോചന വകുപ്പിലായിരുന്നു റഹീമിന് നേരത്തെ കോടതി ശിക്ഷ വിധിച്ചിരുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിയാദനം നൽകുകയും അദ്ദേഹത്തിന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാവുകയും ചെയ്ത സാഹചര്യത്തിൽ വധശിക്ഷയ്ക്കുള്ള സാധ്യത ആദ്യഘട്ടം എന്നുള്ള നിലക്ക് അവിടെ ഒഴിവായിരുന്നു. പിന്നീട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഇനി ഭരണകൂടം മറിച്ചൊരു വിധി ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നത് അത്തരമൊരു വിധിയിലേക്ക് പോകരുത് എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ റഹീമിന് ഇനിയൊരു ജയിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ വരും മാസങ്ങളിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനാകും. ദിവ്യ, എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് സൗദിയിൽ നിന്ന് വരുന്നത്. അബ്ദുറഹീമിന് അടുത്ത വർഷം ജയിൽ മോചിതനാകാൻ കഴിയും. അബ്ദുറഹീമിന് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം സൗദി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. 20 വർഷം തടവ് ശിക്ഷ അത് കഴിയുമ്പോൾ ജയിൽ മോചിതനാകാൻ കഴിയും. അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുകയാണ്. അഫ്താബ്, കാനഡയ്ക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയയ്ക്കും പിന്നാലെ ഇപ്പോൾ ബ്രിട്ടനും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുകയാണ്. അത് എത്ര വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ? ദിവ്യ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഫലസ്തീൻ വിഷയത്തിൽ ഒരു പക്ഷേ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് തന്നെ, അതിന്റെ തുടക്കത്തിന് തന്നെ കാരണക്കാരായ രാജ്യമാണ് ബ്രിട്ടൻ. പക്ഷെ അവരൊരിക്കലും ചരിത്രത്തിൽ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവരാണിപ്പോൾ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചത് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് അവർക്ക് ഗ്രൗണ്ട് ലെവലിൽ ഒരുപക്ഷെ ബ്രിട്ടന്റെ തെരുവുകളിൽ നടന്ന പ്രക്ഷോഭവും പ്രതിഷേധവും എല്ലാം തന്നെ വലിയ തോതിൽ അതിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗസ വംശഹത്യ ആരംഭിച്ച ശേഷം അതിന് നിർലോഭം പിന്തുണ നൽകിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ബ്രിട്ടൻ. അവർക്ക് ആ നിലക്ക് വലിയ തോതിലുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രതിഷേധം അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട്. മാത്രവുമല്ല, ഈ വെടിനിർത്തലിലേക്ക് പോയില്ലെങ്കിൽ, ഇനിയും അവർ ഇസ്രായേൽ സന്നദ്ധമായില്ലെങ്കിൽ ഞങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കാൻ നിർബന്ധിതരാകുമെന്ന് നേരത്തെ തന്നെ ബ്രിട്ടൻ വ്യക്തമാക്കിയിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ബ്രിട്ടൻ ഒരു വലിയ രാഷ്ട്രം എന്ന നിലക്ക് ഒരു പ്രധാനപ്പെട്ട യൂറോപ്പിലെ അല്ലെങ്കിൽ പാശ്ചാത്യ മേഖലയിലെ ഒരു രാജ്യമെന്നുള്ള നിലക്ക് അവർക്ക് ഇതിലേക്ക് ഫലസ്തീൻ അംഗീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ കാനഡയും നേരത്തെ സമാനമായ നിലപാട് സ്വീകരിച്ചതാണ്. ഓസ്ട്രേലിയയും അതോടൊപ്പം തന്നെ അവരോടൊപ്പം നിലകൊണ്ടതാണ്. ഫ്രാൻസും സമാനമായ രീതിയിൽ തന്നെ ഈ ഉച്ചകോടിയോട് ഇന്നത്തെ UN സമ്മേളനത്തോടു കൂടി അവരെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത്ര അധികം വംശഹത്യ നടക്കുന്ന സമയത്ത് ഫലസ്തീനെ അംഗീകരിക്കാൻ വിവിധ യൂറോപ്യൻ രാഷ്ട്രങ്ങളും വൻകിട രാഷ്ട്രങ്ങളുമെല്ലാം തന്നെ തയ്യാറാകുമ്പോൾ അത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്ര രൂപീകരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദ്വിരാഷ്ട്ര ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളുടെ ഒരു പങ്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ നേരത്തെ നോർവേയുടെ പിന്തുണയോടുകൂടി റിയാദിൽ വെച്ച് ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രങ്ങളെ ഇതിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. കാരണം ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുക ഈ രണ്ട് മേഖലയും തമ്മിലുള്ള അരക്ഷിതാവസ്ഥയും അസ്ഥിരതയുമായിരിക്കും. അതിന് പരിഹാരമാവുക ദ്വിരാഷ്ട്ര ഫോർമുലയാണ് എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ അറബ് രാഷ്ട്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർ ആവശ്യപ്പെടുന്നത് ഗസയിലെ വെടിനിർത്തൽ മാത്രമല്ല, ദ്വിരാഷ്ട്ര ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ വീണ്ടും സമാനമായ സ്ഥിതിവിശേഷം തുടരുമെന്ന് അറബ് രാഷ്ട്രങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1967 അതിർത്തികളോട് കൂടി ജെറുസലേം ആസ്ഥാനമായുള്ള ഒരു ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ള സ്വപ്നം, അതിന് ഇസ്രായേൽ സമ്പൂർണ്ണമായും എതിരാണ്. പക്ഷെ ആ എതിർപ്പുകളെ വകവെക്കാതെയാണ് ഇപ്പോൾ ഈ 3 രാഷ്ട്രങ്ങൾ കൂടി ഫലസ്തീനെ അംഗീകരിക്കുന്നത്. ഇതൊരു പക്ഷേ ഫലസ്തീന് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഈ ഒരു വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇസ്രായേലിലെ തീവ്ര പക്ഷക്കാരായ ഒരുപക്ഷെ തീവ്രവാദ സ്വഭാവത്തിൽ തന്നെ പ്രതികരിക്കുന്ന അവരുടെ മന്ത്രിമാർ, ബെൻഗവിർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിനെ ഞങ്ങൾ അതിവേഗത്തിൽ ഇനി അനക്സ് ചെയ്യും, അല്ലെങ്കിൽ അത് ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗസ, നമുക്കറിയാം ഗസയും വെസ്റ്റ് ബാങ്കും രണ്ടിടങ്ങളിലായിട്ടാണ് നിൽക്കുന്നത്. ഈ വെസ്റ്റ് ബാങ്കിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരികയും ഒറ്റപ്പെട്ടൊരു തുരുത്തായി മാത്രം ഫലസ്തീന്റെ മറ്റു ഭാഗങ്ങളെ അവശേഷിപ്പിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. എങ്കിൽ പോലും ഇതിന് ഈ ഒരു സ്വഭാവത്തിലാണ് അവരുടെ പ്രതികരണം. എങ്കിൽ പോലും കൂടുതൽ രാഷ്ട്രങ്ങൾ ഈ ഒരു സമ്മർദ്ദത്തിലേക്ക് ഇസ്രായേലിന് മേൽ എത്തുന്നത് വലിയ തോതിൽ ഈ ഫലസ്തീൻ എന്നുള്ള ഒരു ആശയത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്ര രൂപീകരണത്തിലേക്കുള്ള വഴി തുറക്കുമെന്നുള്ള
ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ആവശ്യം ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് വഴിയടയുന്ന നീക്കങ്ങൾ അറബ് മേഖലയിലും ലോകമേഖലയിലും നടക്കുന്നു. അത് നിശബ്ദമായിക്കൊണ്ട് ഇസ്രായേൽ ഫലസ്തീന്റെ ഭാഗങ്ങൾ പിടിച്ചടക്കുന്നു. അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒക്ടോബർ 7 ആക്രമണം പോലും നടക്കുന്നത്. ഫലത്തിൽ ഹമാസ് ആഗ്രഹിച്ച ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു ഘട്ടം കൂടി ഈ വാർത്തയിലുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടന്റെ പ്രതികരണത്തിൽ ഫലസ്തീൻ അനുകൂലമായ പ്രതികരണങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോഴും ഇസ്രായേൽ അവരുടെ വംശഹത്യ തുടരുകയില്ലേ? അതിശക്തമായ ആക്രമണം തന്നെയല്ലേ ഇപ്പോഴും ഗസ സിറ്റിയിൽ ഉൾപ്പെടെ നടക്കുന്നത്? ദിവ്യ, അതിലൊരു സംശയവുമില്ല. നമ്മൾ നിരന്തരം എന്നോണം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം നിർദാക്ഷിണ്യം കൊന്നു തീർക്കുന്നതാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇസ്രായേൽ ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അറബ് മേഖലയിൽ ഉൾപ്പെടെ അവരുടെ സ്വാധീനം നഷ്ടമാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതും ഈ ഒരു ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഒരു വശത്ത് വിവിധ ലോകരാഷ്ട്രങ്ങൾ എന്ന് വെച്ചാൽ ഇസ്രായേലിനോട് നിരന്തരം എന്നോണം ഇടപഴകുകയും അവർക്ക് ആയുധങ്ങൾ എത്തിക്കുകയും സാമ്പത്തികമായി നിർലോഭം പിന്തുണ നൽകുകയും ചെയ്ത രാഷ്ട്രങ്ങൾ ഒരു വശത്ത് ഫലസ്തീനെ അംഗീകരിക്കുന്നു. മറുവശത്ത് അവർ കൂട്ടുകൂടാൻ ആഗ്രഹിച്ചിരുന്ന അറബ് രാഷ്ട്രങ്ങൾ അതിനുമേൽ ഖത്തറിന്മേൽ ആക്രമണം നടത്തുകയും അതോടൊപ്പം തന്നെ സൗദി അറേബ്യ ഉൾപ്പെടെ രാഷ്ട്രവുമായി അടുക്കുവാനുള്ള ശ്രമവുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഖത്തർ ആക്രമണത്തോടു കൂടി സംഭവിച്ച മറ്റൊരു കാര്യം ഇസ്രായേൽ ഈ അറബ് രാഷ്ട്രങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്ന് പോലും കൂടുതൽ അകലുന്നതാണ്. പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ പോലും അവർ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, അവിടെയുള്ള ബന്ദികളാക്കപ്പെട്ട ആളുകളുടെ ജീവൻ പോലും ഭീഷണിയാകുന്ന തരത്തിൽ നെതന്യാഹു ഇടപെടുന്നതിനെ അവിടുത്തെ ജനങ്ങൾ പോലും അദ്ദേഹത്തിനെതിരെ തെരുവിലിറങ്ങുന്നുണ്ട്. ഏത് നിമിഷം യുദ്ധം അവസാനിക്കുന്നുമോ ആ നിമിഷം നെതന്യാഹുവിന് പടിയിറങ്ങേണ്ട സ്ഥിതിവിശേഷം നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വംശഹത്യ ഈ ഒരു തരത്തിൽ തന്നെ തുടരുകയാണ്. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നപരിഹാരം വേണമെങ്കിൽ അതിൽ ഇടപെടാനാകുക ഖത്തർ ഉൾപ്പെടെയുള്ള ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്കാണ്. പക്ഷേ നേരത്തെ ഇടപെട്ട ഖത്തർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ മാപ്പ് പറയാത്ത പക്ഷം അവരുമായിട്ട് ഇനി ഒരു ചർച്ചയിലേക്ക് പോകുവാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളത് അവരെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഇതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല, പക്ഷേ അത്തരമൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയാൽ മാത്രം ഇനി വെടിനിർത്തലിലേക്കും സമാധാന അന്തരീക്ഷത്തിലേക്കും നീങ്ങുകയുള്ളൂ. പക്ഷേ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഇപ്പോൾ ഏതാണ്ട് 20 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഏതാണ്ട് 60,000 ആളുകളെ കൊന്നു കഴിഞ്ഞു. ഇപ്പോഴും ഏതാണ്ട് 20,000 ആളുകൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഗസ സിറ്റിയിലേക്ക് അധിനിവേശവും ഒപ്പം തന്നെ വംശഹത്യവും വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇനി ഇതിനെ തടയിടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വൻ ശക്തി രാഷ്ട്രങ്ങൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. അതിന്റെ ആദ്യ പടിയായി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്നിപ്പോൾ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച ബ്രിട്ടന്റെയും കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും എല്ലാം തന്നെ നടപടികളെ വിശേഷിപ്പിക്കാം. കാരണം ഇത്രയധികം രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനെതിരെ വരുന്നത് വലിയ തോതിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം അവർക്ക് മേൽ ഉയർത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇങ്ങനെയൊക്കെ ഒരു അംഗീകാരം ഫലസ്തീന് ലഭിച്ചാൽ പോലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫലസ്തീൻ ഒരു ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം അംഗമല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിലുണ്ട്. സ്ഥിരാംഗത്വം ലഭിക്കണമെങ്കിൽ ഈ സുരക്ഷാ കൗൺസിലിന്റെ സമ്മതം വേണം. പക്ഷേ സുരക്ഷാ കൗൺസിലിലേക്ക് എത്തുമ്പോഴെല്ലാം അതിനെ എതിർക്കുന്ന ഏക രാഷ്ട്രം US ആണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ മറ്റു രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ തരത്തിൽ ഫലസ്തീൻ അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ US-നും സമാനമായ രീതിയിൽ തന്നെ വലിയ തോതിലുള്ള പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം ഇതിനുമേൽ അനുഭവിക്കുകയും ഇടപെടുകയും ചെയ്തു വരുന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒരു വിലയിരുത്തൽ. ദിവ്യ, എന്തായാലും കാനഡയ്ക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കും പിറകെയാണ് ഇപ്പോൾ ബ്രിട്ടനും ഫലസ്തീന് സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും ഇതിനെതിരെ വലിയ രീതിയിൽ നെതന്യാഹു വിരുദ്ധ പ്രക്ഷോഭവും ശക്തമാണ്. അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. UN പൊതുസഭയിൽ പങ്കെടുക്കാനായി ഖത്തർ അമീർ US-ലെത്തി. ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ലോക നേതാക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. ഐക്യരാഷ്ട്രസഭയുടെ 80ാം പൊതുസഭയിൽ പങ്കെടുക്കാനായാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ന്യൂയോർക്കിലെത്തിയത്. ചൊവ്വാഴ്ച അദ്ദേഹം UN പൊതുസഭയെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയും ഉന്നതതല സംഘവും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. സെപ്റ്റംബർ 9 ഖത്തറിന്റെ പരമാധികാരത്തിനുമേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അമീർ UN-ൽ ഉന്നയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലോക നേതാക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. കഴിഞ്ഞയാഴ്ച ദോഹയിൽ ചേർന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിഷയത്തിൽ ആഗോളതലത്തിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ തീരുമാനമെടുത്തിരുന്നു.
നേരത്തെ വിഷയം ചർച്ച ചെയ്ത UN രക്ഷാസമിതി ഇസ്രായേൽ ആക്രമണത്തെ തള്ളുകയും ചെയ്തു. US അടക്കമുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിച്ചതും ശ്രദ്ധേയമായി. ഗസ യുദ്ധവും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രവും പൊതുസഭയിൽ ചർച്ചയാകും. മീഡിയ 1 ദോഹ. പ്രവാസികൾക്ക് ഏറെ സഹായകരമാകുന്ന നോർക്ക റൂട്ട്സിന്റെ ആരോഗ്യ അപകട ഇൻഷുറൻസ് നോർക്ക കെയർ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. സെപ്റ്റംബർ 22 മുതൽ പോളിസിയിൽ ചേർന്ന് തുടങ്ങും. നിശ്ചിതമായി ഉണ്ടാകുന്ന ആശുപത്രി ചിലവുകൾ ഏതൊരു കുടുംബത്തിന്റെയും താളം തെറ്റിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു അവസരത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കേരളത്തിലെ നോർക്ക റൂട്ട്സും ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ പൊതുമേഖലയിലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ എന്ന് പറയുന്നത്. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 21 വരെയാണ് നിലവിൽ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പോളിസിയിൽ ചേരാനുള്ള കാലാവധി. പോളിസി പ്രാബല്യത്തിൽ വരുന്നത് കേരള പിറവി ദിവസമായ നവംബർ 1 മുതൽ. കാലാവധി എന്ന് പറയുന്നത് 2026 ഒക്ടോബർ 31 വരെയാണ്. ഈ പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18നും 70 വയസ്സിനും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. നോർക്കയുടെ കാർഡ് ഉള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുക. നോർക്ക റൂട്ട്സ് പ്രവാസി ID കാർഡ് അംഗത്വം ഇനി മുതൽ വാട്സ്ആപ്പ് വെരിഫിക്കേഷൻ വഴിയും ലഭ്യമാകും. നേരത്തെ പുതിയ അംഗത്വ കാർഡ് എടുക്കുന്നതിനും കാർഡുകൾ പുതുക്കുന്നതിനും 2 OTP സംവിധാനമാണ് ഉണ്ടായിരുന്നത്. OTP ഒന്ന് മെയിൽ വഴിയും മറ്റൊന്ന് നാട്ടിലെ മൊബൈൽ നമ്പർ വഴിയുമാണ് ലഭിച്ചിരുന്നത്. മെയിൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അറിയാത്ത പലർക്കും ഇതൊരു ബാധ്യതയായി മാറിയിരുന്നു. ഈ സംവിധാനമാണ് ഇനി മുതൽ വാട്സ്ആപ്പ് വഴിയാക്കിയത്. ബഹ്റൈൻ KMCC ഇത് സംബന്ധിച്ച് നൽകിയ നിർദ്ദേശം നോർക്ക അംഗീകരിക്കുകയായിരുന്നു. ഒമാനിൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇല്ലാതെ ശീതളപാനീയങ്ങൾക്കുള്ള നിരോധനം നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് നികുതി അതോറിറ്റി. DTS സിസ്റ്റത്തിന്റെ 3ാം ഘട്ടത്തിന്റെ ഭാഗമാണ് നിരോധനം. നവംബർ 1 ശേഷം ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കും. നവംബർ 1 മുതൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പുകൾ അഥവാ TDS ഇല്ലാത്ത എക്സൈസ് സാധനങ്ങളുടെ വിൽപ്പനയും വിതരണവും ഒമാനിൽ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് നികുതി അതോറിറ്റി പറയുന്നു. സോഫ്റ്റ് ഡ്രിങ്കുകൾ, എനർജി ഡ്രിങ്കുകൾ, മറ്റ് എക്സൈസ് പാനീയങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ എക്സൈസ് പാനീയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. മധുരപാനീയങ്ങൾ ഈ പരിധിയിൽ വരില്ല. ബാധകമായ എല്ലാ ഉൽപ്പന്നങ്ങളിലും സമയപരിധിക്ക് മുമ്പ് അംഗീകൃത നികുതി സ്റ്റാമ്പുകൾ ഉണ്ടായിരിക്കണമെന്ന് അതോറിറ്റി ഓർമ്മപ്പെടുത്തുന്നു. ആവശ്യമായ സ്റ്റാമ്പുകൾ ഇല്ലാതെ കണ്ടെത്തുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിടിച്ചെടുക്കും. എല്ലാ ഇറക്കുമതിക്കാരും നിർമ്മാതാക്കളും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും നിയമം പാലിക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു. എക്സൈസ് നികുതി നടത്തിപ്പിൽ സുതാര്യതയും നിയമപാലനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള TDS നടപ്പാക്കൽ പദ്ധതിയുടെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് നടപടി. 2019 മധ്യത്തിലാണ് രാജ്യത്ത് എക്സൈസ് നികുതി നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതനുസരിച്ച് സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യം, സ്പിരിറ്റുകൾ, കാർബണേറ്റഡ് എനർജി ഡ്രിങ്കുകൾ തുടങ്ങിയ ചില ഉൽപ്പന്നങ്ങളിൽ 50% മുതൽ 100% വരെ എക്സൈസ് നികുതി ചുമത്താൻ തുടങ്ങിയിരുന്നു. മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ ദമാമിൽ മലയാളി കൊല്ലപ്പെട്ടു. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി അഖിൽ അശോക് കുമാറാണ് കൊല്ലപ്പെട്ടത്. കേസിൽ വനിതയുൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്വദേശി പൗരനുമായുണ്ടായ തർക്കത്തിൽ ഗോവണിയിൽ നിന്ന് വീണാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അടിപിടിയുണ്ടായ ഫ്ളാറ്റിൽ അഖിൽ എന്തിനെത്തി എന്നതിലും ദുരൂഹതയുണ്ട്. ദമാമിലെ വാദിയയിലാണ് സംഭവം. തിരുവനന്തപുരം അതിയന്നൂർ ബാലരാമപുരം സ്വദേശി അഖിൽ അശോകകുമാർ സിന്ധുവിനെ കോണിപ്പടികൾക്ക് താഴെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അഖിലിന് 28 വയസ്സായിരുന്നു. കേസിൽ വനിതയുൾപ്പെടെ 4 പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേർ ആഫ്രിക്കൻ വംശജരും ഒരാൾ സ്വദേശിയുമാണ്. സ്വദേശിയുമായുണ്ടായ അടിപിടിയിൽ സ്റ്റെയർകേസ് വഴി താഴേക്ക് വീണാണ് മരണം. വ്യാഴാഴ്ച രാത്രി കത്തീഫിൽ നിന്നും വാദിയയിലേക്ക് പോയതാണ് അഖിൽ. ഇവിടെയുള്ള ഒരു കെട്ടിടത്തിൽ വെച്ചാണ് വാക്കുതർക്കവും കയ്യേറ്റവും ഉണ്ടായത്. എന്നാൽ എന്തിനാണ് വാദിയയിൽ എത്തിയത് എന്നതിൽ വ്യക്തതയില്ല. ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. AC ടെക്നീഷ്യനായി 7 വർഷമായി ദമാമിലെ കത്തീഫിലായിരുന്നു അഖിലിന് ജോലി. സന്ദർശക വിസയിൽ സൗദിയിലെത്തിയ ഭാര്യയും മാതാപിതാക്കളും 2 ആഴ്ച മുമ്പാണ് നാട്ടിലേക്ക് മടങ്ങിയത്. സാമൂഹ്യ പ്രവർത്തകനും ലോക കേരള സഭാംഗവുമായ നാസ് വക്കത്തിന്റെയും KMCC വെൽഫെയർ വിഭാഗം പ്രതിനിധി അമീൻ കാണിക്കവിളയുടെയും നേതൃത്വത്തിൽ നിയമ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. കേസന്വേഷണവും തുടരുകയാണ്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. 3 മാസത്തിലധികം നീണ്ടുനിന്ന കടുത്ത വേനൽക്കാലത്തിന് ബഹ്റൈനിൽ അവസാനമാവുകയാണ്. നാളെ രാത്രിയോടെ രാജ്യത്ത് ശരത്കാലം ഔദ്യോഗികമായി ആരംഭിക്കും. തണുപ്പിലേക്കുള്ള മാറ്റം ക്രമേണയായിരിക്കുമെന്നതിനാൽ ശക്തമായ ശൈത്യം അനുഭവപ്പെടാൻ ഒക്ടോബർ പകുതി വരെ കാത്തിരിക്കേണ്ടി വരും.
93 ദിവസവും 15 മണിക്കൂറും നീണ്ട ഏറ്റവും ദൈർഘ്യമേറിയ വേനൽക്കാലത്തിനാണ് ബഹ്റൈൻ വിട പറയുന്നത്. സെപ്റ്റംബർ 22 രാത്രിയോടെ ബഹ്റൈനിൽ ഔദ്യോഗികമായി ശരത്കാലം ആരംഭിക്കും. ചുട്ടുപൊള്ളുന്ന ചൂടിന്റെ പിടിയിൽ നിന്ന് രാജ്യം അങ്ങനെ പതിയെ തണുപ്പിലേക്ക് കടക്കും. ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് സെപ്റ്റംബർ 22 തിങ്കളാഴ്ച രാത്രി 9:19 ശരത്കാലം ആരംഭിക്കും. ഇത് 89 ദിവസവും 20 മണിക്കൂറും നീളുമെന്നാണ് റിപ്പോർട്ട്. പകൽ താപനില ക്രമേണ 35 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയും രാത്രിയിൽ അത് 27 ഡിഗ്രി സെൽഷ്യസിന് താഴെയും എത്തും. ഇതിനു പുറമെ ഗൾഫ് നാടുകളിലെ പ്രധാന വില്ലനായ ഹ്യൂമിഡിറ്റിയുടെ തോതും 70% താഴെ എത്തും. വേനലിൽ നിന്ന് തണുപ്പ് കാലത്തിലേക്കുള്ള മാറ്റം ക്രമേണയായിരിക്കും. അതിനാൽ തന്നെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് കാലാവസ്ഥാ മാറ്റം ആളുകൾക്ക് അനുഭവപ്പെടില്ല. എന്നിരുന്നാലും കുട്ടികളിലും പ്രായമായവരിലും കാലാവസ്ഥാ മാറ്റം മൂലമുള്ള അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഒക്ടോബർ അവസാനത്തോടെയാകും ബഹ്റൈനിൽ രാത്രിയിലെ തണുപ്പ് കഠിനമായി അനുഭവപ്പെടുക. നവംബർ ആകുന്നതോടെ പകൽ സമയത്തെ താപനിലയും ഗണ്യമായി കുറഞ്ഞ് രാജ്യം കൂടുതൽ തണുപ്പിലേക്ക് കടക്കും. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ. സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളിൽ തുടരുന്ന ഡിസ്കൗണ്ട് വിൽപ്പന നിരീക്ഷിക്കുന്നതിനായി വാണിജ്യ മന്ത്രാലയം. ഡിസ്കൗണ്ട് നൽകുന്ന സ്ഥാപനങ്ങൾ മന്ത്രാലയം നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം. 6000-ഓളം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി അതോറിറ്റി വ്യക്തമാക്കി. ദേശീയ ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്ഥാപനങ്ങൾ വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിലക്കിഴിവ് നൽകുന്ന സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശങ്ങളാണ് വാണിജ്യ മന്ത്രാലയം നേരത്തെ നൽകിയിരുന്നത്. ഇത് പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. കർശന പരിശോധനയാണ് മന്ത്രാലയത്തിന് കീഴിൽ നടന്നുവരുന്നത്. 6000 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി അതോറിറ്റി വ്യക്തമാക്കി. വാണിജ്യ സ്ഥാപനങ്ങളിലും ഇ സ്റ്റോറുകളിലും ദേശീയ ദിന ഓഫറുകൾക്ക് ലൈസൻസ് നിർബന്ധമാണ്. വിലക്കിഴിവുള്ള സാധനങ്ങളുടെ വില ഉപഭോക്താവിന് വ്യക്തമാവണം. ഡിസ്കൗണ്ടിന് മുമ്പുള്ള വിലയും പ്രദർശിപ്പിക്കണം. വിലക്കിഴിവിൽ തെറ്റിദ്ധരിപ്പിക്കാനോ കൃത്രിമത്വം കാണിക്കാനോ പാടില്ല. ഓഫർ കാലയളവിൽ ഉപഭോക്താവിന് വാങ്ങിയ സാധനം മാറ്റിയെടുക്കുന്നതിനോ തിരിച്ചു നൽകുന്നതിനോ ഉള്ള മാനദണ്ഡങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണം. സെപ്റ്റംബർ 30 വരെയാണ് ദേശീയ ദിന ഡിസ്കൗണ്ട് സ്ഥാപനങ്ങൾക്ക് നൽകാനാവുക. മീഡിയ 1, ജിദ്ദ. വാർത്തയിലേക്ക് വീണ്ടും. സൗദി പ്രവാസി സമൂഹത്തിന്റെ പ്രീമിയം ബിസിനസ് സംഗമമായ ഫ്യൂച്ചർ സമ്മിറ്റിന് തയ്യാറെടുക്കുകയാണ് മീഡിയ 1. നാളെ തിങ്കളാഴ്ച കിഴക്കൻ പ്രവിശ്യയിലെ ഖോബാറാണ് വേദി. മറ്റന്നാൾ സൗദി ദേശീയ ദിനത്തിൽ സൗദി തലസ്ഥാനമായ റിയാദിലും ഫ്യൂച്ചർ സമ്മിറ്റിലൂടെ ബിസിനസ് സമൂഹം പുതിയ വഴികൾ തുറക്കും. ബിസിനസ് പ്രമുഖരുടെ സംഗമവേദിയായി ഉച്ചകോടി മാറും. നിയോം, കിങ് സൽമാൻ പാർക്ക്, കിദ്ദിയ, ലോകകപ്പുകൾ, കായിക വിനോദ പരിപാടികൾ എന്നിവയാൽ നിറയുന്ന സൗദിയിൽ മലയാളി പ്രവാസികളുടെ പുത്തൻ കുടിയേറ്റമുണ്ട്. ഇതോടൊപ്പം സൗദി മന്ത്രാലയങ്ങളും സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റിയും ബലദിയകളും തൊഴിൽ മന്ത്രാലയവുമെല്ലാം തൊഴിൽ വിപണി മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലുമാണ്. ഇതിനിടയിൽ പ്രവാസികളുടെ സാധ്യതകൾ കണ്ടെത്താൻ, ട്രെൻഡ് അറിയാൻ എന്നിവയ്ക്കായാണ് മീഡിയ 1 ഫ്യൂച്ചർ സമ്മിറ്റ്. ഒരേയിടത്ത് സൗദി വിപണിയിലെ ലീഡർമാരും പുത്തൻ നിക്ഷേപകരും പരമ്പരാഗത പ്രവാസി വ്യാപാരികളും ഒത്തുചേരും. അതിന്റെ അപൂർവതക്കാണ് മീഡിയ 1 ഫ്യൂച്ചർ സമ്മിറ്റ് സാക്ഷ്യം വഹിക്കുക. സൗദി വാർത്താ മന്ത്രാലയത്തിലെ മേധാവി ഹുസൈൻ അൽ ഷമ്മരിയാണ് മുഖ്യാതിഥി. സൗദിയിൽ എങ്ങനെ ലീഡറാകാമെന്നതിൽ ഇമോഷണൽ സെയിൽസ് കോച്ച് റിയാസ് ഹക്കീമിന്റേതാണ് തുടർന്നുള്ള സെഷൻ. സൗദിയിലെ സകല ഭരണകൂട സംവിധാനങ്ങളിലും AI കൊണ്ടുവന്ന മാറ്റവും വിപണിയിൽ പ്രവാസികൾക്കത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതും ഉമർ അബ്ദുസലാം തുറന്ന് സംസാരിക്കും. തുടർന്ന് ഗൾഫ് വിപണിയിൽ വിജയിച്ചവർ ഈ മാർക്കറ്റിന്റെ ട്രെൻഡും ഇടപെടേണ്ട രീതിയും സംസാരിക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ AK ഫൈസൽ, ഇംപെക്സിന്റെ മേധാവി നുവൈസ് ചേനങ്ങാടൻ, നെല്ലറയുടെ കെ ഷംസുദ്ദീൻ തുടങ്ങിയവർ അക്കഥകൾ പറയും. നിക്ഷേപം എളുപ്പമുള്ള സൗദി വ്യവസായ മേഖലയിലെ സാധ്യതകൾ സൗദിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കമ്പനികളിലൊന്നായ എക്സ്പെർട്ടേസിന്റെ CEO മുഹമ്മദ് ആഷിഫും പറയും. ഇവർക്ക് പുറമെ ജാബിർ അബ്ദുൽ വഹാബ്, VK നദീർ എന്നിവരും പ്രത്യേകം സംവദിക്കും. സൗദി അറേബ്യയിലെ ആദ്യ പ്രീമിയം മലയാളി ബിസിനസ് സമ്മിറ്റ് ആയിരിക്കും മീഡിയ 1 ഫ്യൂച്ചർ സമ്മിറ്റ്. അവിടെ നെറ്റ്വർക്കിംഗ് സാധ്യതകളുണ്ട്, എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ എങ്ങനെയാണ് തുറക്കുക എന്നതിനെക്കുറിച്ച് ചർച്ചകളുണ്ട്, സൗദിയുടെ സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ആലോചനകളുണ്ട്. തുടങ്ങി വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും പാഠങ്ങളുമായി ഈ സമ്മിറ്റിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാനാകും എന്നാണ് മീഡിയ 1 കരുതുന്നത്. സൗദിയിലെ ലീഡിംഗ് ഇന്ത്യൻ ബ്രാൻഡുകൾ ഫ്യൂച്ചർ സമ്മിറ്റിലുണ്ടാകും. ലുലു ഗ്രൂപ്പ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, ഇറാം ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്, റാക്കോ ഹോൾഡിംഗ്സ് CEO റഹീം പട്ടർക്കടവൻ, മീഡിയ 1 CEO മുഷ്താഖ് അഹമ്മദ് എന്നിവരും ഉച്ചകോടിയിലുണ്ട്. മീഡിയ 1 സീനിയർ എഡിറ്റർ നിഷാദ് റാവുത്തറാണ് ഷോ നയിക്കുക. നാളെ തിങ്കളാഴ്ച ഖോബാറിലും ചൊവ്വാഴ്ച ദേശീയ ദിനത്തിൽ റിയാദിലുമാണ് മീഡിയ 1 ഫ്യൂച്ചർ സമ്മിറ്റ്. വൈകിട്ട് മുതൽ രാവേറും വരെ നീളുന്ന സെഷനുകളിലും നെറ്റ്വർക്കിംഗ് ലഞ്ചിലും ഉൾപ്പെടെ വിവിധ പരിപാടികളിലേക്കുള്ള രജിസ്ട്രേഷൻ അവസാന ഘട്ടത്തിലാണ്. മീഡിയ 1 റിയാദ്.
സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഭാഗമായുള്ള ബിസിനസ് എക്സലൻസ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിവിധ കാറ്റഗറികളിലായി 8 പുരസ്കാരങ്ങളാണ് ശ്രദ്ധേയമായ ബിസിനസ് ജേതാക്കൾക്ക് സമ്മാനിക്കുന്നത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദമാമിലും റിയാദിലും നടക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിൽ സൗദി മന്ത്രാലയ മേധാവികൾ പുരസ്കാരം സമ്മാനിക്കും. മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഭാഗമായുള്ള ബിസിനസ് എക്സലൻസ് പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. സൗദിയിലെ മുൻനിര ഇന്ത്യൻ കമ്പനിയായ എക്സ്പെർട്ടൈസ് ഗ്രൂപ്പ് സിഇഒ മുഹമ്മദ് ആഷിഫിനാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടുന്നത് ആരാണ്? മുഹമ്മദ് ആഷിഫ്, സിഇഒ എക്സ്പെർട്ടൈസ് ഗ്രൂപ്പ്. എക്സലൻസ് ഇൻ കൺസ്യൂമർ ഡ്യൂറബിൾ ആൻഡ് ഹോം അപ്ലയൻസസ് കാറ്റഗറിയിൽ സമഗ്ര നേട്ടത്തിനുള്ള പുരസ്കാരത്തിന് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് എംഡി പീറ്റർ പോൾ പിട്ടാപ്പിള്ളിലും അർഹനായി. സൗദിയിലെ ബിസിനസ് കൺസൾട്ടൻസി മേഖലയിലൂടെ ഇന്ത്യൻ നിക്ഷേപകർക്ക് തുണയായ നേട്ടത്തിന് അറബ് ഡ്രീംസ് എംഡിയും സിഇഒയുമായ അമീർ മുസ്തഫ, മുനീർ മുസ്തഫ എന്നിവർക്കാണ് എക്സലൻസ് പുരസ്കാരം. വുമൺ എന്റർപ്രിനർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് അൽബിനിയ എന്ന ബ്രാൻഡിലൂടെ ബ്യൂട്ടി ഹെൽത്ത് കെയർ മേഖലയിൽ സൗദിയിൽ ആധിപത്യം സ്ഥാപിച്ച സുനിത സുരേഷിനാണ്. ലോജിസ്റ്റിക്സ് മേഖലയിലെ നേട്ടത്തിന് ഈസി കാർഗോ ചെയർമാൻ ആതിഫ് അബ്ദുള്ള, എംഡി അഷ്റഫ് കൊപ്പക്കാരെ എന്നിവർ അർഹരായി. IT മേഖലയിലെ സമഗ്ര നേട്ടത്തിനുള്ള പുരസ്കാരം സിവ്ര ടെക്നോളജീസ് ഫൗണ്ടർ ആൻഡ് സിഇഒ മാറൂഫ് പൂളമണ്ണക്കാണ്. ഫിനാൻഷ്യൽ കൺസൾട്ടിംഗ് ആൻഡ് അഡ്വൈസറി മേഖലയിലെ പുരസ്കാരം ആക്യുറേറ്റ് ഗ്ലോബൽ സിഇഒ നൌഷാദ് മുഹമ്മദും സ്വന്തമാക്കി. എക്സലൻസ് ഇൻ ഫിൻടെക് മേഖലയിലെ പുരസ്കാരം എത്തിക് ഫിൻ സിഇഒയും കോ ഫൗണ്ടറുമായ നദീർ വിക്കെക്കാണ്. നാളെ ദമാമിലും ചൊവ്വാഴ്ച റിയാദിലും നടക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിൽ സൗദി മന്ത്രാലയത്തിലെ പ്രമുഖർ പുരസ്കാരം സമ്മാനിക്കും. മീഡിയ വൺ, റിയാദ്. സൗദിയിലെ ഇന്ത്യൻ എംബസി സേവനങ്ങളിൽ നേരിടുന്ന കാലതാമസം ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ET മുഹമ്മദ് ബഷീർ എംപിക്ക് നിവേദനം നൽകി. ദമാം KMCC കൊടുവള്ളി മണ്ഡലം ഭാരവാഹികളാണ് നിവേദനം നൽകിയത്. പാസ്പോർട്ട് പുതുക്കുന്നതിനും ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ പൂർത്തിയാക്കുന്നതിനും അനിയന്ത്രിതമായ കാലതാമസം നേരിടുന്നതായി എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അഷ്റഫ് ഗസൽ, മജിദ് CG, UK, ഉമർ ഓമശ്ശേരി എന്നിവർ പങ്കെടുത്തു. ഖത്തറിൽ അടുത്ത വർഷത്തെ ഹജ്ജ് സീസണിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒക്ടോബർ 1 മുതൽ 31 വരെയാണ് രജിസ്ട്രേഷൻ സമയമെന്ന് ഖത്തർ ഔഖഫ് അറിയിച്ചു. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളിൽ 2 മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, അപേക്ഷകർ രാജ്യത്തിനകത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് തീർത്ഥാടനത്തിനായുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നേടണം. 10,000 റിയാൽ ഡെപ്പോസിറ്റ് തുകയായി കെട്ടിവയ്ക്കണമെന്നതാണ് രണ്ടാമത്തേത്. 10,000 യുവ സംരംഭകർക്ക് പരിശീലനം നൽകുന്ന ദേശീയ പദ്ധതി പ്രഖ്യാപിച്ച് UAE.
പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. UAE സംരംഭകത്വത്തിന്റെ തലസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. 50 സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ പരിശീലനം നൽകാൻ മുന്നോട്ട് വരും. സ്റ്റാർട്ടപ്പ് എമിറേറ്റ്സ് എന്ന പേരിൽ പുതിയ പ്ലാറ്റ്ഫോമും ഇതിനായി ആരംഭിക്കും. കുവൈറ്റിലെ ശവസംസ്കാര സമയക്രമം ഏകീകരിച്ച് മുനിസിപ്പാലിറ്റി. ഇന്നു മുതൽ രാജ്യത്തെ എല്ലാ ശ്മശാനങ്ങളിലും 2 സമയങ്ങളിലാണ് ശവസംസ്കാരങ്ങൾ നടക്കുകയെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മിഷാൽ അൽ അസ്മി അറിയിച്ചു. രാവിലെ 9 മണിക്കും അസർ നമസ്കാരത്തിന് ശേഷവുമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശവസംസ്കാര നടപടിക്രമങ്ങളിൽ ഏകീകൃതത വരുത്താനും ഷെഡ്യൂളിംഗ് എളുപ്പമാക്കാനും കുടുംബങ്ങൾക്ക് മികച്ച സൗകര്യം ഉറപ്പാക്കാനുമാണ് നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായിൽ മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ 7 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 26 കിലോയിലേറെ വിവിധതരം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. അന്താരാഷ്ട്ര ബന്ധമുള്ള മയക്കുമരുന്ന് സംഘത്തിന്റെ വിതരണക്കാരാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. UAEക്ക് പുറത്തുനിന്നാണ് ഈ സംഘത്തെ നിയന്ത്രിക്കുന്നത്. സംഘത്തിന് നേതൃത്വം നൽകുന്നവർ വിവിധയിടങ്ങളിലെത്തിക്കുന്ന ലഹരി വസ്തുക്കൾ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന 7 പേരാണ് വിവിധ ഘട്ടങ്ങളിലായി പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെല്ലാം ഏഷ്യൻ രാജ്യത്തു നിന്നുള്ള പൗരന്മാരാണ്. മയക്കുമരുന്ന് കടത്തിയതിന് ബഹ്റൈനിൽ പ്രവാസിയായ മൊബൈൽ ഷോപ്പ് ജീവനക്കാരന് 15 വർഷം തടവും 5000 ദിനാർ പിഴയും ശിക്ഷ. 26-കാരനായ ഇന്ത്യക്കാരനെയാണ് ഹൈ ക്രിമിനൽ കോടതി ശിക്ഷിച്ചത്. കാനഡയിൽ നിന്നെത്തിയ 2.5 കിലോഗ്രാം ഹാഷിഷ് മയക്കുമരുന്ന് മൃഗങ്ങളുടെ ഭക്ഷണം എന്ന വ്യാജേന ഒളിപ്പിച്ച നിലയിൽ കടത്തുകയായിരുന്നു. മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി പ്രതി നിരവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതായും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദിയും കടപ്പാടും അറിയിച്ച് ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സ്വീക്ക. ഇന്ത്യൻ എംബസിയിൽ നടന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി അസോസിയേഷൻ ഭാരവാഹികളുടെ യാത്രയയപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കുവൈറ്റ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവന നിർണായകമാണെന്ന് അംബാസഡർ പറഞ്ഞു. ഡോക്ടർ ആദർശ് സ്വീക്ക നൽകിയ സേവനങ്ങളെ വിവിധ സംഘടനാ നേതാക്കൾ പ്രശംസിച്ചു. കെനിയയിലെ ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറായി അദ്ദേഹം ഉടൻ ചുമതലയേൽക്കും. പരമിത ത്രിപതിയാണ് കുവൈറ്റിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ. സൗദിയിൽ കേരള എഞ്ചിനീയേഴ്സ് ഫോറം റിയാദ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സാങ്കേതിക സെമിനാർ സംഘടിപ്പിച്ചു. AI, ഓട്ടോമേഷൻ തുടങ്ങിയ മേഖലകളിലായിരുന്നു ചർച്ച. ഡോക്ടർ അബ്ദുൽ നാസർ, മൗറൂഫ് ഷൈലബുദ്ദീൻ, അൻഫസ് ഹസൻ, അഫ്താബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ആഷിഖ് പാണ്ഡികശാല, ഷാഹിദ് തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു. PDPയുടെ പ്രവാസി കൂട്ടായ്മയായ PCFന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. UAE ദേശീയ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കോദച്ചുര ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇലിയാസ് തലശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രവാസി ഇന്ത്യ ഭാരവാഹി അരുൺ സുന്ദർരാജ് മുഖ്യാതിഥിയായിരുന്നു. സാബു കൊട്ടാരക്കര, കരീം കാഞ്ഞാർ, ശിഹാബ് മണ്ണഞ്ചേരി, KPA റഫീഖ് രാമപുരം, മുഹമ്മദ് റാഷിദ് സുൽത്താൻ, റഹീസ് കാർത്തികപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ കുവൈറ്റ് പ്രൊവിൻസിന്റെ വാർഷിക പൊതുയോഗവും ഓണാഘോഷവും സെപ്റ്റംബർ 26-ന് സാൽവ അൽ സമൃദ്ധ ഹാളിൽ നടക്കും. ഓണപ്പൊലിമ 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംഘടനയുടെ ഗ്ലോബൽ ലീഡേഴ്സ് പരിപാടിയും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ബേസിൽ ബെനി അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഷോ പ്രധാന ആകർഷണമാകും. കൂടാതെ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 55 രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന ആഗോള മലയാളി സംഘടനയായ വേൾഡ് മലയാളി കൗൺസിലിന്റെ കുവൈറ്റ് പ്രൊവിൻസ് ചാപ്റ്ററാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കുവൈറ്റിലെ സ്വകാര്യ ആരോഗ്യരംഗത്തെ പ്രശസ്തരായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ 8ാമത് ബ്രാഞ്ച് സാൽമിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെട്രോയുടെ 10ാമത്തെ ഫാർമസിയും സാൽമിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളുടെ കുവൈത്തിലെ സ്ഥാനപതിമാർ, എംബസി ഉദ്യോഗസ്ഥർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാനും സിഇഒമായ മുസ്തഫ ഹംസ, മാനേജിംഗ് ഡയറക്ടർ ഇബ്രാഹിം കുട്ടി, പാർട്ട്നേഴ്സ് ഡോക്ടർ ബിജി ബഷീർ, ഡോക്ടർ അഹമ്മദ് അൽ ആസ്മി, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹിന്ദൽ ഹമദ്, ഫഹദ് അൽ മുത്തൈരി, ജനറൽ മാനേജർ മുഹമ്മദ് ഷോക്കി എന്നിവർ സന്നിഹിതരായിരുന്നു. പരിപാലനം, പരിഗണന, ചികിത്സ എന്ന സന്ദേശവുമായി മുന്നേറുന്ന മെട്രോയുടെ പുതിയ ബ്രാഞ്ച് രോഗികൾക്കായി സമഗ്രമായ ആരോഗ്യ സേവനങ്ങളാണ് ഒരുക്കുന്നത്. ഇന്റേണൽ മെഡിസിൻ, ഡെന്റൽ, ഡെർമറ്റോളജി, കോസ്മെറ്റോളജി ആൻഡ് ലേസർ, ENT, OBN ഗൈനക്കോളജി, ജനറൽ മെഡിസിൻ, ലാബ്, എക്സ്റേ, അൾട്രാസൗണ്ട് തുടങ്ങി നിരവധി വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഹൈ കാലിബർ MRI, മാമോഗ്രാം, CT സ്കാൻ തുടങ്ങിയ പ്രീമിയം സേവനങ്ങൾക്കായി പിക്ക് ആൻഡ് ഡ്രോപ്പ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആയിരങ്ങൾ പങ്കെടുത്ത ഇന്നത്തെ ഉദ്ഘാടനം കഴിയുമ്പോൾ നമുക്കൊരുപാട് മനസ്സിനേറെ സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ഏറെ, റെസ്പോൺസിബിലിറ്റി ഏറെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്
ഈ പ്രായമേറിയ ആളുകളെ, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്ന് ചികിത്സിക്കാൻ വേണ്ടി കഴിയാത്ത ആളുകളെ MRI പോലെയുള്ള സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വിധേയമാക്കാൻ നമ്മൾ തന്നെ വണ്ടി അയച്ചു അവർക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോരുന്ന ഒരു പരിപാടി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 31 വരെ സ്പെഷ്യലിസ്റ്റ് ഉൾപ്പെടെ എല്ലാ ഡോക്ടർമാരുടെയും കൺസൾട്ടേഷൻ 3 ദിനാറിന് ലഭ്യമാകും. 2025 ഡിസംബർ 31 വരെ എല്ലാ കൺസൾട്ടേഷനും മെഡിക്കൽ പ്രൊസീജിയറുകൾക്കും 30% ക്യാഷ് ബാക്കും, ഫാർമസി ബില്ലിംഗിൽ 15% ക്യാഷ് ബാക്കും ലഭിക്കും. സ്പെഷ്യൽ ലാബ് പാക്കേജുകളും ഇൻഷുറൻസ് രോഗികൾക്കായി 2026 ഡിസംബർ വരെ പ്രത്യേക കൂപ്പണുകളും ഒരുക്കിയിട്ടുണ്ട്. മെഹബുള്ള, റിഗ, ജഹറ എന്നിവിടങ്ങളിലേക്കും സേവനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് മെട്രോ മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദി ദമാമിലെ പ്രവാസി യുവ എഴുത്തുകാരൻ അസ്ലം കൊളക്കോടൻ രചിച്ച പുസ്തകത്തിന്റെ കവർ പ്രകാശനം MP E.T. മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരമായ റിവർ ഓഫ് തോട്ട്സ് എന്ന പേരിലാണ് പുസ്തകം. ദമാമിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ സംബന്ധിച്ചു. ഡെസ്റ്റിനി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഉടൻ പുറത്തിറങ്ങുമെന്ന് സംഘാടകർ പറഞ്ഞു. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 3 വെള്ളിയാഴ്ച വൈകിട്ട് ക്വീൻ നൈറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി. ഖുറാൻ പഠിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന സംഗമത്തിൽ പ്രമുഖ പണ്ഡിതർ പങ്കെടുക്കും. കുട്ടികൾക്ക് വേണ്ടി വിവിധ മത്സരങ്ങളും അരങ്ങേറും. പരിപാടിയുടെ സ്വാഗത സംഘവും രൂപീകരിച്ചു. ICF കുവൈറ്റ് ഫഹ ഹിൽ റീജിയണൽ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. മംഗഫിൽ നടന്ന പരിപാടിയിൽ ഷംസുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. അബ്ദുള്ള വടകര മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സംഘടനാ നേതാക്കൾ സംസാരിച്ചു. വിശ്വാസം മുറുകെ പിടിച്ച് സാഹോദര്യത്തോട് ജീവിക്കാനുള്ള അന്തരീക്ഷം സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് കൂട്ടായി, അബു താഹിർ ചെരിപ്പൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തയിലേക്ക് വീണ്ടും. കേരളത്തിലെ മിഡാക്സ് ഡെന്റൽ കെയർ സെന്റർ UAE-യിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു. UAE-യിലെ ആദ്യ പരിശോധനാ കേന്ദ്രം ഷാർജയിലെ മുവൈലയിൽ തുടങ്ങി. മീഡിയ 1 ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് തുട്ടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മിഡാക്കിന്റെ 8ാമത്തെ ഡെന്റൽ സെന്ററാണ് ഷാർജയിലേത്. UAE-യിലെ വിവിധ മേഖലയിലെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മിഡാക്കിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കെയറും ഇസ് യൂഷ്വലി ഗിവൺ ബൈ ദി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ. അറ്റ് ദ സെയിം ടൈം അഫോർഡബിൾ ആയിട്ടുള്ളൊരു സാധനം വിത്ത് എ ലോട്ട് ഓഫ് ടെക്നോളജി എന്താ പറയുക അതിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പം പേഷ്യൻറ്റിന് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഗോൺ ബി വെരി അഫോർഡബിൾ. ആൾക്കാർക്ക് തീരെ എക്സ്പെൻസീവായി തോന്നില്ല ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. ഇവിടെ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൺവെൻഷണൽ അളവെടുക്കുന്നില്ല, ഇൻട്രോളർ സ്കാനേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അളവെടുക്കുന്നത്. അപ്പം ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. പിന്നെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഞങ്ങൾ CT സ്കാനിങ് മെഷീൻ ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. പിന്നെ നൈട്രസ് ഓക്സൈഡ് കോൺഷ്യസ് സെഡേഷൻ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി ഹിയർ ഇൻ അതർ വീക്സ് ടൈം. പിന്നെ ഡെന്റൽ ലേസർ അങ്ങനത്തെ എല്ലാ ലേറ്റസ്റ്റ് ഇൻ ടെക്നോളജി ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഗോൺ ബി വെരി അഫോർഡബിൾ ടു എനിബഡി. തീരെ എക്സ്പെൻസീവ് ആയിരിക്കില്ല ട്രീറ്റ്മെൻറ്റ് ഒന്നും. അല്ല, ഞങ്ങളെ ക്ലിനിക്കുകളൊക്കെ നാട്ടിലുള്ളത്. നാട്ടിൽ ഇതേ ബ്രാൻഡിൽ തന്നെ നാട്ടിൽ ഇതൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സെയിം ഈ ടെക്നോളജിയൊക്കെ ഓൾറെഡി ഞങ്ങൾ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ്. അതാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ക്ലിനിക്കാണ് UAE-യിലേത്. ഇനി എന്തെങ്കിലും എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി വി ആർ ലുക്കിംഗ് അറ്റ് എക്സ്പാൻഷൻ ഇൻ ടു ഡിഫറെൻറ്റ് പ്ലേസസ്. നാട്ടിലും ഇവിടെയും നോക്കുന്നുണ്ട് എക്സ്പാൻഷൻ. ഡിയോറ ഗോൾഡൻ ഡയമണ്ട്സ് ദോഹയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹമദ് അബ്ദുള്ള അൽ നാസർ ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം മനു സിത്താര മുഖ്യാതിഥിയായിരുന്നു. ദോഹയിലെ ബർവ വില്ലേജിലാണ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരത്തോടെ ഡിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം ആരംഭിച്ചത്. നടി അനു സിത്താര ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗോൾഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പുറമെ വെള്ളി ആഭരണങ്ങളുടെ അതിനൂതന ഡിസൈനുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. എൻ്റെ ഖത്തറിലെ ഫസ്റ്റ് ഷോപ്പാണിത്. ഇതിൽ ഞങ്ങൾ മെയിനായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും 18 ക്യാരറ്റ് എസ്പെഷ്യലി സിൽവർ ഐറ്റമിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോണിൽ നാച്ചുറൽ സ്റ്റോൺസ് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ഇതിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. For sure, I believe in him that he's going to do well in this shop and hopefully from this shop to a 20 shop in Doha and in the Gulf. ഉപഭോക്താക്കൾക്ക് കസ്റ്റമൈസേഷൻ സൗകര്യവും ലൈഫ് ടൈം സൗജന്യ സർവീസും ഉറപ്പാക്കുമെന്ന് സംരംഭകർ പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ പ്രദീപ് കല്ലടിയിൽ, ജനറൽ മാനേജർ ഷഹീർ, ഷോറൂം മാനേജർ പാർത്ഥിബൻ മോഹൻദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദോഹ.
തൃശൂർ അസോസിയേഷൻ മസ്കറ്റ് ഡ്രോപ്പ് ഫോർ ലൈഫ് എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബൗഷർ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടന്ന ക്യാമ്പിൽ 100 കണക്കിന് പേർ രക്തം ദാനം ചെയ്തു. ഷൈജു വൈത്തോട്ടിൽ, ജയശങ്കർ പാലുശ്ശേരി, വാസുദേവൻ തളിയറ, മുഹമ്മദ് അലി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തൃശൂർ അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രഥമ പരിപാടിക്ക് ലഭിച്ച ജനപങ്കാളിത്തം കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ പ്രചോദനമായെന്നും പ്രസിഡന്റ് ജയശങ്കർ പാലുശ്ശേരി പറഞ്ഞു. ഹൃദയാഘാതത്തെ തുടർന്ന് സൗദിയിലെ ദമാമിൽ മരിച്ച പ്രവാസി മലയാളിയുടെ മൃതദേഹം നാളെ നാട്ടിലേക്ക് കൊണ്ടുപോകും. ആലപ്പുഴ ചിറയകം സ്വദേശി പ്രദീപ് കുമാറിന്റെ മൃതദേഹമാണ് നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. 15 വർഷമായി സൗദിയിലെ ദമാമിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സാമൂഹ്യ പ്രവർത്തകൻ ഷാജി വയനാടിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ജിദ്ദയിൽ KMCC സംഘടിപ്പിക്കുന്ന അഹമ്മദ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ ഉൾക്കൊള്ളിച്ച മാർച്ച് പാസ്റ്റോടെയാണ് ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കമായത്. ജിദ്ദയിലെ ഫുട്ബോൾ ആരാധകരാൽ നിറഞ്ഞ മൈതാനിയിൽ ET മുഹമ്മദ് ബഷീർ MP മേള ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് സാഹിബിൻ്റെ നാമധേയത്തിൽ നമ്മളിവിടെ നടത്തുന്ന ഈ സ്പോർട്സ് ഈവൻറ്റ്, ഗെയിംസ് ഈവൻറ്റ് വൃത്തിയായി ഭംഗിയായി നിങ്ങളെല്ലാവരുടെയും സന്തോഷപ്രകാരം തന്നെ നടക്കുന്ന അങ്ങനെ പൂർണ്ണമാവുന്ന ഒന്നായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ജിദ്ദയിലെ മഹജർ എംബറർ സ്റ്റേഡിയത്തിലാണ് 4 ആഴ്ച നീളുന്ന ഫുട്ബോൾ മേള. സൗദിയിലെ പ്രമുഖ 8 ടീമുകൾ ഏറ്റുമുട്ടുന്നതാണ് ടൂർണമെന്റ്. 7 ജില്ലാ കമ്മിറ്റികൾ തമ്മിലും മത്സരമുണ്ട്. കുഞ്ഞിമോൻ കാക്കിയ, VP മുഹമ്മദ് അലി, ഷിബിൽ, അഹമ്മദ് പാളയാട്ട്, VP മുസ്തഫ, ഇസ്മായിൽ മുണ്ടക്കുളം എന്നിവർ സംബന്ധിച്ചു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ.